ഹായ്, വെൽക്കം ടു ദി മെസ്സി പാർട്ട് ഓഫ് മീ. എനിക്ക് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഞാൻ പോലും അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ഓർഗനൈസ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ചന്ന പിന്നെ ചതറി ഒക്കെ ആവാറുണ്ട്. അപ്പോൾ പിന്നെ വെക്കാമെന്ന് മാറ്റി മാറ്റി വെച്ചിരുന്ന ഒരു കുന്ന സാധനങ്ങൾ യു ഗൈസ് ക്യാൻ സീ. ഈ കസേര ആദ്യം ഇവിടെ നിന്നെടുത്ത് കളയണം. കാരണം ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാണ് ഇപ്പം 2 ദിവസമായിട്ട്. യൂഷ്വലി ഞാൻ ഡെയിലി ക്ലീൻ ചെയ്ത് പോകുന്ന ആളാണ്. ബട്ട് 2 ദിവസമായിട്ട് ക്ലീനിങ് തൂത്തിട്ടില്ല, തുടച്ചിട്ടില്ല, സത്യം. സോ ടുഡേ ഐ എം ഗോണ ക്ലീൻ മൈ റൂം ആൻഡ് മൈ അപ്പാർട്ട്മെൻറ്റ്. വെൽക്കം ടു ക്ലീനിങ് ബ്ലോഗ്. I'll show you guys. ഭയങ്കര മെസ്സി ആയിട്ടിരിക്കുകയാണ് ഈ പ്ലേസ്. എൻ്റെ ഫേസും എൻ്റെ ഹെയറും എൻ്റെ സ്കിന്നും ഒക്കെ മെസ്സിയാണ്. ഈവൻ ബുക്സ് വെച്ച് സ്പേസേ ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ കുറേ എന്തൊക്കെയോ ചവറ് കണക്ക് കൂട്ടിയിട്ടേക്കുവാണ് ഞാൻ. ഇത് ടിഷ്യൂ ബോക്സ് തീർന്നു, കളയണം. സോ ക്ലീൻ ചെയ്യണം. ഈ സാധനമൊക്കെ എടുത്ത് കളഞ്ഞ് ഒതുക്കി വെക്കണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ കരുതുന്നു ഇന്ന് അത് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ യൂഷ്വലി ഇങ്ങനെ ഒരുപാട് എസ്തെറ്റിക്കായിട്ട് റൂം വെക്കാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പെയിൻറ് ഇഷ്ടമല്ല, ഈ ഗ്രീൻ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഞാനൊരു കേർട്ടൺ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. ദെൻ ഇവിടേക്കൊന്ന് ഒതുക്കണം. ഇത് പിന്നെ വേറൊരു മെസ്സ്. 2 ഡേയ്സ് ക്ലീൻ ചെയ്തില്ലേ, പോട്ടെ, ഒരു ഡേ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ റൂം ഇങ്ങനെയാവും. ഞാൻ ക്യാൻ യു സീ ദിസ് ഈസ് മീ. ഒരു ഡേ ക്ലീൻ ചെയ്തില്ലെങ്കിൽ മൈ റൂം ബിക്കം ഇങ്ങനെ. ഹായ്, ആരാ അതൊക്കെ? ഒരു ദിവസം സിംഗിൾ ഡേ കഴുകാനുള്ള ജീൻസ് എന്തൊക്കെയോ ആണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ ഒതുക്കി പറക്കി എടുക്കുന്ന ഐ ഹാവ് നോ ഐഡിയ. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് തലവേദന എടുക്കുന്ന, എനിക്ക് ക്ലീൻ ചെയ്യാനേ തോന്നുന്നില്ല. ദി തിങ് ഈസ്, ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉറങ്ങുക പോലും ഇല്ലാണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഭയങ്കര ഒബ്സഷനാണ് എനിക്ക് ക്ലീനിങ്. എനിക്ക് ചെറുതായിട്ടൊരു പേപ്പർ പോലും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം വരും. ഞാനിപ്പോൾ ഉറങ്ങാനായിട്ട് കിടന്നു എന്ന് വെച്ചോ, അയ്യോ അത് ചുളുക ഉണ്ട്, ഞാൻ അതൊന്ന് നിവർത്തിയിട്ട് വന്ന് കിടക്കാമെന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് പോയി ചുളിവ് നിവർത്തുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് ഞാൻ ജീവിക്കുന്ന സ്ഥലം എനിക്ക് വൃത്തിയായിട്ടിരിക്കണം. ഔട്ട്സൈഡ് റൂം എനിക്ക് വലിയ വിഷയമില്ല, പക്ഷെ ഞാൻ വൃത്തിയാക്കും. ബട്ട് സ്റ്റിൽ അതെന്നെ ബാധിക്കില്ല വലുതായിട്ട്. ചില സമയത്തൊക്കെ ബാധിക്കാറുണ്ട്. ബട്ട് ഐ ക്യാൻ ഇഗ്നോർ ദാറ്റ്. ഐ ക്യാൻ ഈസിലി ഇഗ്നോർ ദാറ്റ്. ബട്ട് സ്റ്റിൽ എൻ്റെ റൂമും എൻ്റെ കബോർഡും എൻ്റെ സ്റ്റഡി ടേബിളും ഒക്കെ എനിക്ക് ഭയങ്കര നീറ്റായിട്ടിരിക്കണം. എൻ്റെ ബുക്സ് തന്നെ ഇത്ര അല്ല, ഇതിനകത്തായിരുന്നു എൻ്റെ ബുക്സ് ഫുള്ള് ഞാൻ അടുക്കി വെച്ചുകൊണ്ടിരുന്നത്. I'll show you. ഇത് ഫുൾ എൻ്റെ ബുക്സ് ആയിരുന്നു. കുറച്ചേ ഇവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ അപ്പുറത്തോട്ട് മാറ്റി. ഇത് പിന്നെ ഓൾസോ ഞാൻ കുറച്ച് ഈ ഷെൽഫിൽ ഞാൻ കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ട്. ഇത്രയും തുണികൾ എനിക്ക് വാഷ് ചെയ്തിട്ട് മടക്കി വയ്ക്കാനുള്ളതാണ്. ഇതൊക്കെ എനിക്ക് ഓർഗനൈസ് ചെയ്യണം. ഒരു 2 ഡേയ്സ് കൊണ്ടാണ് ഞാൻ ഇത്രയും വൃത്തികേടാക്കിയത്. അല്ലെങ്കിൽ പോട്ടെ, ഒരു 1 ഡേ കൊണ്ടൊക്കെ എനിക്ക് ഇത്രയും വൃത്തികേടാക്കാനൊക്കെ പറ്റും. അതിനുള്ളൊരു സ്കിൽ എനിക്കുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഞാൻ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്, ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. അത് വേറെ ഒരു നോർമൽ ഡേയ്സിന് യൂഷ്വലി കിട്ടുന്നതല്ല. ഞാൻ നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ക്ലീനായ ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സോ ടുഡേ ഐ എം ഗോണ ക്ലീൻ മൈ റൂം.
2 റീസൺസ് ആണുള്ളത്. ഒന്ന്, ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആണ്. സാറ്റർഡേസ് ആർ മൈ ഫേവറേറ്റ് ഡേ ഇൻ എ വീക്ക്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നാളെ സൺഡേ ആണ്, എനിക്കൊന്നും ചെയ്യണ്ട, എനിക്ക് 10 മണി വരെ ഉറങ്ങാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഡേ ആണ് സാറ്റർഡേ. സാറ്റർഡേ ഈസ് എ ഡേ ഓഫ് ഹോപ്പ്. നാളെ എനിക്കൊന്നും ചെയ്യണ്ട, നാളെ എനിക്ക് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല, എനിക്ക് ഡീൽ ചെയ്യാൻ കുറേ കേസസ് ഒന്നും ഇല്ല എന്ന് ഞാൻ സ്വയം എന്നെ തന്നെ ഐ എം സോ പ്രൗഡ്, ഒരു സാറ്റർഡേ വരെ എത്തിച്ചു എന്ന് ഞാൻ സ്വയം ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു ഡേ ആണ് സാറ്റർഡേ. എനിക്ക് സൺഡേ എനിക്ക് വലിയ താല്പര്യമില്ല. സൺഡേ പെട്ടെന്ന് പോകും. സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പെന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെഴുന്നേൽക്കുന്നു, എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നു, ഈവനിങ് ആവുന്നു, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുന്നു, വരുന്നു, സൺഡേ തീർന്നു. സൺഡേസ് ആർ ബട്ട് സാറ്റർഡേസ് എനിക്ക് സാറ്റർഡേ വർക്ക് ഉള്ളതാണ്. വർക്ക് ചെയ്യാൻ തന്നെ എനിക്കങ്ങ് ആവേശമാണ്. ഞാൻ 6 മണി വരെയൊക്കെ ഇന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ. കാരണം സാറ്റർഡേ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഉറങ്ങാണ്ടൊക്കെ ഇരിക്കാനൊക്കെ ഫീൽ ചെയ്യും. സൺഡേ എനിക്ക് വലുതായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് തോന്നുന്നു നാളെ മൺഡേ ആണ് എന്നുള്ളൊരു ഒരു ഫീൽ എനിക്കുള്ളത് കൊണ്ടാവണം എനിക്ക് സൺഡേ ആ ഒരു വൈബ് കിട്ടാറില്ല. പക്ഷെ സാറ്റർഡേ എടാ മോനെ. സോ ലെറ്റ്സ് ക്ലീൻ മൈ അപ്പാർട്ട്മെന്റ്, അല്ല മൈ റൂം ടുഗെദർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഭയങ്കര ഇത് കണ്ടോ, എൻ്റെ ഇത്രയും സാധനങ്ങൾ എന്നെ എടുത്ത് ആക്രിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ റിച്ചാണ്. കുറേ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഇതൊക്കെ ഒതുക്കി വെക്കുമ്പോൾ അതൊക്കെ അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് my pimples are not that happy. ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരുന്നു. ഇതുണ്ടോ, ഇത് മാറി കുറവുണ്ട്. ഇത്രയും വൃത്തികെട്ട സ്കിന്നാണ് എൻ്റെ സ്കിൻ. അങ്ങനെ പറയാൻ പാടില്ല. വി ഷുഡ് ലവ് അവർ സ്കിൻ. നോക്കോ, 2026 എൻ്റെ ഒരു വിഷൻ ബോർഡിൽ വൺ ഓഫ് ദി സാധനമാണ് ക്ലിയർ സ്കിൻ എന്ന് പറയുന്നത്. Hope I can achieve a clear skin in 2026. I am not sure because ആസ്മയാണോ? നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ബിക്കോസ് ഞാൻ വളരെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് 2026 ലീഡ് ചെയ്യുന്നത്. മൈ ഇൻറ്റൻഷൻ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒരു സൗണ്ട് കേൾക്കുന്ന ആസ്മയെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ വരെ പിമ്പിൾ. ബട്ട് 2026 ഐ വാസ് ആക്ച്വലി പ്ലാനിങ് ടു ഗെറ്റ് എ വെരി ഗുഡ് ഹെൽത്ത് ആസ് വെൽ ആസ് എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി, ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ഭയങ്കര കിടിലാക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ബട്ട് സംഹൗ മെൻ്റൽ സ്റ്റെബിലിറ്റി 0, ഹെൽത്ത് വൈസ് നെഗറ്റീവ്, നടുവേദന, പല്ലുവേദന, തലവേദന, എന്തൊക്കെയോ വേദനകളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആൾരൂപമാണിപ്പോൾ ഞാൻ. അതൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാ നിങ്ങളെ ബോറടിപ്പിക്കുന്നേ? ബട്ട് സ്റ്റിൽ വി ആർ സർവൈവേഴ്സ്. അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. നമ്മളും അങ്ങനെ പറയണമല്ലോ. മുടി കൊഴിഞ്ഞു തീരാറായി, മുഖത്ത് മൊത്തം പിമ്പിൾസ്. ആലോചിച്ചാൽ ഒരു അന്തവും ഇല്ല, ആലോചിച്ചില്ലേ ഒരു കുന്തവും ഇല്ല. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു പഴഞ്ചൊല്ലാണോ എന്ന് എനിക്കറിയില്ല, ഈ ഒരു സാധനം കോമൺലി പറയുമായിരുന്നു. അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് അത്ര മനസ്സിലായിരുന്നില്ല. ബട്ട് നൗ I understand. Not only this, a lot of things I understand now. അന്ന് എനിക്ക് മനസ്സിലാവാത്ത, അപ്പോൾ പുരിയല്ലേ, ഇപ്പോൾ പുരിയത്, ഇപ്പോൾ അല്ലാണ്ട് പുരിയത്. ആലോചിച്ചാൽ ഒരു അന്തോ ഇല്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തോ ഇല്ല. അതുകൊണ്ട് ഡോണ്ട് ഓവർ തിങ്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരും. എനിക്കത് പറ്റാറില്ല. സംഭവം
ഞാനൊരു മൂവ് ഫർദർ അവേ എന്നുവെച്ചാ എന്നെ ഫോക്കസ് കിട്ടുന്നില്ല എന്ന്. ലൈറ്റും ഇല്ല. കണ്ടോ, റൂമിനൊരു വെട്ടക്കുറവില്ലേ? ശരിയാണ്, ലൈറ്റ് മാറാറായി. മൊത്തം അങ്ങ് ക്ലിയർ ആക്കാം. എന്നിട്ട് ഫെയറി ലൈറ്റ്സ് മേടിച്ചിട്ട് അതിൻ്റെ ഫെയറി ലൈറ്റ്സിന് അത്ര പവറില്ല, പവറേഷ് ആക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. സോ എൻ്റെ ടേബിള് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് അകത്ത് വെക്കാന്ന് കരുതി. ആക്ച്വലി അകത്ത് ഞാൻ ഓൾറെഡി തൂത്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. ബട്ട് സ്റ്റിൽ ഇനി അകത്ത് കൊണ്ടുപോയി പൊടിയാകല്ലാന്ന് കരുതിയാണ് പുറത്ത് വെച്ച് ചെയ്തിട്ട് അകത്തോട്ട് കൊണ്ടുപോട്ടെ. എൻ്റെ ഡെസ്കിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യാൻ കരുതി. ഇപ്പം ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. കുറേ ദിവസമായി എൻ്റെ പ്ലാന്റ്സ് ഒക്കെ വെള്ളം കണ്ടിട്ട്. എൻ്റെ മൂഡ് ശരിയില്ലെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യില്ല, ഞാൻ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കില്ല. പക്ഷേ ഐ ലവ് പ്ലാന്റ്സ്. ഞാൻ പ്ലാന്റ്സിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അൺഫോർച്ചുനേറ്റ്ലി എപ്പോഴും ഒന്നും ചെയ്യാറില്ല. ബട്ട് എനിക്കിഷ്ടമാണ് കെയർ ചെയ്യാൻ പ്ലാന്റ്സിനെ. സ്നേഹിക്കുന്നൊരു പ്ലാൻ മോമാണ് ഞാൻ. സമയം ഏകദേശം 10-10:30
അങ്ങനെ ഏകദേശം പണികൾ കഴിഞ്ഞു. അത്യാവശ്യം വീട് വൃത്തിയായി, എൻ്റെ മനസ്സും വൃത്തിയായ പോലൊരു ഫീലുണ്ട്. ഇനി എനിക്ക് വിശക്കുന്നു. ഞാൻ കരുതുന്നത് പുറത്തു പോയി എന്തെങ്കിലും കഴിക്കാം എന്നാണ്. ഈ ഒരു സമയമായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഓർഡർ ചെയ്യും, ചിലപ്പോൾ ഞാൻ പുറത്തു പോകും, അറിയില്ല. ഫുഡൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഫുഡ് സ്പോട്ടൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെ ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആയി. ക്ലീൻ ചെയ്തിട്ട് തന്നെ അകത്തോട്ട് കയറ്റിയതുകൊണ്ട് അകത്തധികം പൊടിയാവത്തില്ല. അമ്മേ, ഞാനൊരു കോലമായി. ഏകദേശം ഒരു 7 മണി ആ സമയത്ത് തുടങ്ങിയതാണ്. 10 വരെ ക്ലീൻ ചെയ്യണമെങ്കിൽ അത്രയും ഞാൻ ഭയങ്കര ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വല്ലപ്പോഴും ഒരിക്കലായിരിക്കും. അല്ലാതെ യൂഷ്വലി തൂക്കുക, തുടയ്ക്കുക, അതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ. എല്ലാ സാധനവും എടുത്ത് വെച്ച് പൊടിയൊക്കെ തുടച്ച് വെക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. സോ ഞാൻ പോയൊന്ന് നമ്മൾ സറൗണ്ടിങ്സ് മാത്രമല്ലല്ലോ, സെൽഫും കൂടെ ക്ലീൻ ആവണ്ടേ. ഞാൻ ഇനി കുളിച്ചിട്ടൊക്കെ വരാം. ഡീപ്പ് ക്ലീനിങ് കഴിയുമ്പോൾ യൂഷ്വലി എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമാധാനം സ്റ്റിൽ ഫീൽ ചെയ്തിട്ടില്ല. വൃത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഒരു സെൽഫ് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞാലാണ് എനിക്ക് ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സമാധാനം കൈൻഡ് ഓഫ് തിങ് ഫീൽ ചെയ്യുന്നത്. സോ ഇപ്പോൾ നേരത്തെ മെസ്സി ആയിട്ട് കിടന്ന സാധനങ്ങളൊക്കെ പൊടിയടിച്ച് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് അത്ര ഓർഗനൈസ്ഡ് അല്ലല്ലോ എന്ന്, പക്ഷേ ബട്ട് സ്റ്റിൽ പൊടിയൊക്കെ പോയി ഫുൾ ക്ലീനായി. ഇത് കുളിച്ചിട്ടിടാനുള്ള ഡ്രസ്സ് വെച്ചേക്കുക. ജസ്റ്റ് അറേഞ്ച് ചെയ്ത് ഇനിയുണ്ട്, അറേഞ്ച് ചെയ്യാൻ ഇല്ല എന്നല്ല, ബട്ട് സ്റ്റിൽ പൊടിയൊന്നുമില്ല. ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു. ഇനി എനിക്ക് ഇഷ്ടപ്രകാരം ഓർഗനൈസ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. ഇനി ഇത്ര ഭാഗവും കൂടെ ക്ലീൻ ആക്കാനുണ്ട്. ഇവിടെ നിന്ന് വേണ്ടാതെ ഉപേക്ഷിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. ഇതും കൂടെ ക്ലീൻ ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഹോളും കൂടെ ഞാൻ ഇവിടെ റൂം ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ തുടച്ചു പോന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എനിക്ക് കുളിക്കുന്നതിന് മുമ്പ് എൻ്റെ ബെഡിൽ തന്നെ സ്വയം ഇരിക്കാൻ ഒരു ചെറിയ പാടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കാൻ പോയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റിങ് പോകുന്നത്. എനിക്ക് ക്ലീനായി കിടക്കുന്ന സ്ഥലത്ത് എപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പം എൻ്റെ ബെഡിൽ ഞാൻ കുളിക്കാണ്ട് വന്നിരിക്കില്ല. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ തറയിലൊരു ബാഗ് വെച്ചിരുന്നു. ഞാൻ തുടയ്ക്കുന്ന സ്ഥലമാണ്. ആ തറയിരിക്കുന്ന ബാഗ് എനിക്ക് എൻ്റെ ബെഡിലെടുത്ത് വെക്കാൻ പോലും എനിക്ക് പറ്റില്ല. എനിക്ക് സ്ട്രെസ്സാണ് അതൊക്കെ. എനിക്ക് OCD ആണെന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല, ബട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. എനിക്കത് അവിടെ ഇരിക്കുമ്പോൾ എനിക്കത് എങ്ങനെയെങ്കിലും അത് താഴെ വന്ന വരെ ഞാനിങ്ങനെ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അറിയാണ്ട് വല്ലതും വെക്കുകയാണെങ്കിലോ വേറെ ആരെങ്കിലും ബാഗ് കൊണ്ട് വെക്കുകയാണെങ്കിലോ എനിക്കിഷ്ടമല്ല അത്. പറയാനുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഞാൻ സ്വയം എങ്ങനെ പറയും അതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെ എൻ്റെ ബ്രെയിനിൽ തന്നെ ഇങ്ങനെ ആരൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഈ ക്ലീനാക്കി വെച്ചേക്കുന്ന സാധനം ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അതൊക്കെ. അത് ഈ ഒരു അസുഖമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചിലപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അതിനെന്താ ഓവറാണെന്നൊക്കെ തോന്നിയേക്കാം. ഓ മൈ ഗോഡ്. ഇനി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ടയേർഡായി. എനിക്കിനി തുണി വാഷ് ചെയ്യാനുണ്ട്, പുറത്ത് അത്ര ഭാഗം ക്ലീൻ ആക്കാനുണ്ട്, കുളിക്കണം. ഡീപ്പ് ക്ലീനിങ് ബോഡിക്കും കൊടുക്കുന്ന ടൈമിൽ അത്രയും ടൈം എടുത്തതായിരിക്കും കുളിക്കുന്നത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കൽ പോസിബിൾ ആവുമെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം McD 1 മണി വരെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. 24 hours അല്ല. അപ്പോൾ അതിന് മുമ്പ് തീരുവാണെങ്കിൽ ഞാൻ കരുതിയത് പോയി കഴിക്കാമെന്നായിരുന്നു. ഞാൻ ഭയങ്കര ടയേർഡായി. എനിക്ക് പോകാനുള്ളൊരു മൈൻഡില്ല. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചൊരു 8-10 മണിയൊക്കെ ആകുമ്പം ഞാൻ കുളിച്ചിറങ്ങി, അതായത് ഫുൾ പരിപാടി കഴിയുമെന്നായിരുന്നു എൻ്റെ ഒരു ഇമാജിനേഷൻ, എൻ്റെ ഒരു കാൽക്കുലേഷൻ.
പക്ഷേ എൻ്റെ കാൽക്കുലേഷൻ തെറ്റി. അതായത് ക്ലീൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇത്രയും സമയമെടുത്തു. പിന്നെ ഇനിയും സമയമെടുക്കും. വാഷ്റൂം കഴുകണം, തുണി കഴുകണം, കുളിക്കണം, എണ്ണ തലയിലിടാനായിരുന്നു എൻ്റെ പ്ലാനിങ്. ഇനിയിപ്പം മുടിയൊക്കെ ചകിരി കണക്ക് ലിറ്ററലി ആയിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ഉള്ള എൻ്റെ മുടിയും ഇപ്പോൾ ഉള്ള എൻ്റെ മുടിയും തമ്മിൽ ആനയും ആട്ടുംകുട്ടിയും തമ്മിലുള്ള അന്തരമുണ്ട്. വല്ലാണ്ടായി. കാരണം ഭയങ്കര ടയേർഡായി. എൻ്റെ ഫേസ് കണ്ടാലും മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂട്ടല്ല, എൻ്റെ ഊപ്പാട് വന്നു ഗൈസ്. സോ ഒന്ന് ക്ലീനായിട്ട് വന്നിട്ട് ഞാൻ വിചാരിക്കുന്നു, മൂഡുണ്ടെങ്കിലോ ഓക്കെ ആണെങ്കിൽ ചിലപ്പം ക്ലീൻ ആക്കിയിട്ട് വരുമ്പോൾ ആ ഒരു ഫീൽ ഗുഡ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. പുറത്ത് പോയി കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പോയി കഴിക്കാനായിരുന്നു എൻ്റെ പ്ലാനിങ്. എൻ്റെ വൺ ഓഫ് ദി മന്തിലെ ഒരു പ്ലാനിങ് തന്നെ സ്വിഗ്ഗി മാക്സിമം അവോയ്ഡ് ചെയ്യുക. സ്വിഗ്ഗിയിൽ മാത്രം ലാസ്റ്റ് മന്ത് ഞാൻ ചുമ്മാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം, അതായത് പുറത്ത് പോയി കഴിച്ചത് കൂട്ടാതെ സ്വിഗ്ഗി ചെയ്തത് മാത്രം 6000 രൂപയ്ക്ക് പുറത്താണ്. എനിക്കത് നോർമലാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സ്വിഗ്ഗി ചെയ്തൊരു മാസം, സ്വിഗ്ഗി പ്ലസ് സൊമാറ്റോ ചെയ്തൊരു മന്ത് എൻ്റെ ലൈഫിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ, ഞാൻ ഫുഡിയാണ് എന്ന് എഴുതി എനിക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ യൂഷ്വലി കഴിക്കുന്നതും വെജിറ്റേറിയൻ ഫുഡാണ്. പക്ഷേ ലാസ്റ്റ് മന്ത് ഞാൻ ഇതിന് മുമ്പത്തെ മന്തിലൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ സ്വിഗ്ഗി സൊമാറ്റോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ എമൗണ്ട്. പുറത്ത് പോയി കഴിച്ചത് വേറെ, അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് അത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതായിരിക്കും, എല്ലാവരും കൂടെ പോയി കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കും. അപ്പോൾ അതിന് നമ്മളങ്ങനെ കണക്ക് വെക്കാറില്ലല്ലോ. പക്ഷേ സ്വിഗ്ഗി സൊമാറ്റോ മാത്രം ഇത്രയും ഞാൻ ആലോചിച്ചപ്പം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നിയൊരു മന്താണ്. അത്രയും മേ ബി അത് യൂഷ്വലി ഒരു മന്തിലൊക്കെ ഒരു ഹോൾ മന്തൊക്കെ 30 ദിവസം ഒക്കെ അത്രയാവുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എന്തോ എനിക്കത് ഭയങ്കര റിഗ്രറ്റ് തോന്നി. ഇത്രയും ഒരു എമൗണ്ടൊക്കെ സ്വിഗ്ഗി സൊമാറ്റോ വേണ്ടിയിരുന്നില്ല എന്നൊരു ഫീല്. അതുകൊണ്ട് ഞാൻ മാക്സിമം സ്വിഗ്ഗി സൊമാറ്റോ ബോത്ത് ഓൺലൈൻ വഴി ഫുഡ് മേടിച്ച് കഴിക്കൽ കുറച്ചിട്ട്, ഇപ്പോൾ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പോയി കഴിക്കും. കുക്ക് ചെയ്യാൻ മൂടില്ലെങ്കിൽ പോയി, ഇവിടെ അടുത്ത് മെക്ഡി ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്, എല്ലാം അടുത്ത് തന്നെ ഉണ്ട് എനിക്ക്. ഇപ്പം ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് സോഷ്യൽ കിച്ചൺ ഭയങ്കര അഫോർഡബിളായിട്ട് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പേസാണ് സോഷ്യൽ കിച്ചൺ. ഇവിടെ നക്ഷത്ര ഉണ്ട്, പിന്നെ ബൃന്ദാവനുണ്ട്, പിന്നെ അങ്ങനെ കുറേ ഫുഡ് സ്പോട്സ് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ അടുത്തടുത്ത് തന്നെ ഉണ്ട്. ഇന്നലെ ഞാൻ സ്വിഗ്ഗി ചെയ്തതിൻ്റെ റീസൺ, ഇന്നലെ ഫുഡ് കുക്ക് ചെയ്യാൻ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ മന്തിലെ എൻ്റെ ഫസ്റ്റ് സ്വിഗ്ഗി, 5-6 ദിവസമേ ആയുള്ളൂ. എന്നാലും ഇന്നലെ ഞാൻ സ്വിഗ്ഗി ബട്ട് ഭേദമാണ്, ലാസ്റ്റ് മന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭേദമാണ്. ഞാൻ സ്വയം കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ പൈദോശയെന്നായിരുന്നു ദോശ മേടിച്ചത്. ഞാൻ വെജിറ്റേറിയനാണ്, ഞാൻ പ്യുവർ വെജ് കഴിക്കുന്ന ഒരാളാണ്. ഇന്നലെ എനിക്ക് പൈദോശയിലെ ദോശയിൽ നിന്ന് മുട്ടയുടെ പീസ് കിട്ടി. അതോടെ ഞാൻ പൈദോശ ക്യാൻസൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കാഞ്ചീപുരം മസാല ദോശ. ബട്ട് സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കുന്നതും ഒരു നോൺ വെജ് കൂടെ സെർവ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് കഴിക്കുന്നതും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് മനസ്സറിഞ്ഞ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്കത് അവരുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, ഐ എം എ പ്യുവർ വെജിറ്റേറിയൻ, പ്ലീസ് കൺസിഡർ വൈൽ യു കുക്ക് മൈ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനം എഴുതി ഇടാറുണ്ട് അതിൽ.
ഇനി ഇതവർ കാണാത്തതാണോ, ഞാനിന്നലെ അത് ശ്രദ്ധിക്കാത്തതാണോ എനിക്കറിയില്ല. എനിക്ക് മൊത്തം മൂഡ് പോയി. അത്രയും വിശന്നിരുന്ന് ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നൊരു ഫുഡ് കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്ത് മുട്ടയുടെ പീസ് കാണുമ്പോൾ ഉള്ള ഒരു വെജിറ്റേറിയൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു വെജിറ്റേറിയന് ചിലപ്പോൾ ആവുമായിരിക്കും. വേറെ ആർക്കും റിലേറ്റ് ചെയ്യാൻ മനസ്സിലാവില്ല. അത് അത്രയും വിശന്ന് കണ്ണ് കാണാൻ വയ്യാതെ ഇരിക്കുമ്പോൾ ഉള്ളൊരവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. 8 മിനിറ്റായി ഞാൻ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് എൻ്റെ ഒരു ക്ലീനിങ് തെറാപ്പിയാണ് ഇപ്പോൾ കണ്ടത്. ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം, ദാറ്റ്സ് വാട്ട് ഐ മെൻറ്റ്. സീരിയസ്ലി എനിക്കിപ്പോൾ അത് സംസാരിക്കുമ്പോൾ പോലും ആ സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റാത്തത് ഞാൻ ഡീപ്പ് ഇൻസൈഡ് ക്ലീൻ ആവാത്തത് കൊണ്ടാണ്. ഞാൻ ഇനി കുളിച്ചൊന്ന് ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടി വന്നാലാണ് എനിക്ക് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ക്ലെൻലിനെസ്സിൻ്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ സീരിയസ്ലി ഇറ്റ്സ് എ തെറാപ്പി. ഇതിനൊരു തെറാപ്പി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത് മേ ബി എനിക്കത് ഞാൻ ഡീപ്പ് ഇൻസൈഡ് ക്ലീൻ ആയിട്ട് വന്നിരിക്കുമ്പോഴായിരിക്കും. ഇപ്പം ഞാൻ അത്രയും ഒരു ഇതായിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കത് സീരിയസ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റാത്തത്. സോ ദാറ്റ്. ഞാൻ ഇനി പുറത്ത് വല്ലതും പോവുകയാണെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ ആ ഒരു സമാധാനമില്ലേ, ദാറ്റ് തിങ് നൗ ഐ എം ഫീലിംഗ്. കുളിച്ച് കയറി ഒരു മോയ്സ്ചറൈസറൊക്കെ കയ്യിലും ദേഹത്തൊക്കെ ഇട്ടു, ഒരു ലിപ് ബാം ഇട്ടു. ഇതേപോലെ അങ്ങ് കിടന്നുറങ്ങാം. അത്രയും സമാധാനം, അത്രയും പീസ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരു ടൈമാണിത്. ഈ ഒരു ഫീലിങ്ങിനെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫുഡൊക്കെ കഴിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനർജിയൊക്കെ ഉണ്ടായിരുന്നേ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയേനെ. ഇത് നല്ല ടയേർഡാണ്, ഫുഡ് ഒന്നുമില്ല, പുറത്ത് പോകാനുള്ള ഒരു ആരോഗ്യവും എനിക്കില്ല. സോ ഐ ഫീൽ ഈ വിശപ്പോടുകൂടി തന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും കാര്യമായി ഞം കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ദാറ്റ്സ് ഫോർ ദി ഡേ. ദിസ് ഈസ് മൈ തെറാപ്പി ഓഫ് ഫ്രം സ്ട്രെസ്. സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർ ഡീപ്പ് ക്ലീനിങ് ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ വട്ട് പിടിച്ചിരിക്കുന്ന സമയത്ത് ക്ലീനിങ് ഒന്നും ഏക്കത്തില്ല എന്ന് എനിക്കറിയാം. ബട്ട് ഒരു പരിധി വരെ ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ ഒരു ക്ലീൻ അറ്റ്മോസ്ഫിയറിന് നമുക്കൊരു സമാധാനം കൊണ്ടുതരാൻ പറ്റും. മേ ബി സ്ട്രെസ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ആങ്സൈറ്റിക്കൊന്നും ഒരു സൊല്യൂഷൻ ആവില്ലായിരിക്കും. നമുക്കൊരു സമാധാനം, ഒരു ചെറിയ ഇതിൻ്റെയൊക്കെ 100 പ്രോബ്ലംസിൻ്റെ ഇടയിൽ ഒരു ചെറിയ സമാധാനം വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് വീടാണ്, പൊടി വരും. പക്ഷെ മാക്സിമം ഓർഗനൈസ്ഡ് ഒക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പൊടിയൊക്കെ കാണുമ്പോൾ തന്നെ തുടച്ച് കളയാവുന്നതേ ഉള്ളൂ. മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു കോഫി കുടിച്ചാൽ യൂഷ്വലി എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല. പക്ഷേ എനിക്ക് തീരെ എനർജി ഇല്ല പോയി ഫുഡ് കഴിക്കാനുള്ളത്. ഓർഡർ ചെയ്ത് അത്രയും വെയിറ്റ് ചെയ്യുന്നവരെ ഞാൻ ഉറങ്ങാതിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അത്രയും ടൈം എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. എനിക്ക് തോന്നുന്നു ഞാൻ ടയർഡ് ആയതുകൊണ്ട് തന്നെ യൂഷ്വലി ഉറങ്ങി പോകാറാണ് ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ പതിവ്. സോ ഇന്നും അത് കണക്ക് ഉറങ്ങി പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഭയങ്കര സമാധാനം ആയിട്ടുള്ളൊരു ഡേ ആണ്. ഭയങ്കര സമാധാനം മീൻസ് നമ്മൾ ഇതിപ്പം ഒരു ക്ലീനിങ് വ്ളോഗിനൊക്കെ ഇത്രയും വലിച്ചു നീട്ടാനുണ്ടോ? യൂഷ്വലി എല്ലാവരും വീട് ക്ലീൻ ചെയ്യുന്നതല്ലേ എന്നൊക്കെ തോന്നുമായിരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങും നമ്മൾ പെരിഫറലായിട്ട് നമ്മൾ യൂഷ്വലി തുടച്ച് എല്ലാ ദിവസവും എല്ലാവരും വീട് തൂക്കം തുടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഓർഗനൈസ് ചെയ്ത് നമ്മൾ റീഅറേഞ്ച് ഒക്കെ ചെയ്ത് ബുക്സൊക്കെ ആണെങ്കിലും എല്ലാം പൊടി മാറ്റി ഭയങ്കര ക്ലീനായിട്ട്, അതും ബോഡിയും കൂടെ സെൽഫ് അങ്ങനെ ഒരു ക്ലീൻ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് ഹാപ്പിനെസ് ഞാൻ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന്. സോ ഇൻ കേസ് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഭയങ്കര വിയേർഡായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഐ ക്യാൻ വാച്ച് മൈ ഓൺ വീഡിയോ ടു മേക്ക് മൈസെൽഫ് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ലൈഫ് ലീഡ് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എന്നെ തന്നെ ആക്കാനൊക്കെ ആയിട്ട്
മേ ബി ദിസ് വീഡിയോ ഹെൽപ്പ് ചെയ്യുമായിരിക്കും ചേട്ടേന്ന് ആഗ്രഹിക്കുന്നു. സോ ദാറ്റ്സ് ഫോർ ദി ഡേ. സോ ബൈ ബൈ.